നമസ്കാരം ശർമ്മജി. നമസ്തേ. നമുക്കിന്ന് കത്ത് വന്നിരിക്കുന്നത് പാലക്കാട് നിന്നാണ്. വിജയകുമാറാണ് കത്ത് അയച്ചിരിക്കുന്നത്. സ്ഥിരമായി പ്രോഗ്രാം കാണാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കത്ത് അയച്ചിരിക്കുന്നത് 8 വർഷമായി ഞാൻ ബിസിനസ് രംഗത്താണ്. എന്നാൽ ഇപ്പോൾ ബിസിനസ് നഷ്ടത്തിലാണ്. ജോലിക്കാരും വിട്ടുപോവുകയാണ്. വളരെ മാനസികമായും സാമ്പത്തികമായും ഞാൻ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. എന്താണ് ഇതിനൊരു പരിഹാരം എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അമ്പഴക്കൊമ്പ് പോലിരിക്കും വർഗോത്തമമോ അല്ലെങ്കിൽ ലക്ഷ്മിബലമോ പരിവർത്തനമോ ഇല്ലാത്ത ബുധൻ്റെ ദശാകാലം. അതിനു മുമ്പ് അമ്പഴം എന്ന് പറയുന്ന ആ വൃക്ഷത്തെപ്പറ്റി ഒരു 2 വാക്ക്. വലിപ്പമൊക്കെ ഉണ്ട്, മാതളമായ ശരീരം, മുറുക്കെ പിടിച്ചാൽ ഉരിഞ്ഞിങ്ങ് പോരും. അതിൻ്റെ ഏത് കൊമ്പും ബലമില്ല, കയറി നിന്നാൽ ഒടിഞ്ഞും പോകും. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഒരു മഹാവൃക്ഷമാണ്. അമ്പഴക്കൊമ്പ് പോലിരിക്കും വർഗോത്തമമോ പരിവർത്തനമോ ഒന്നുമില്ലാത്ത ബുധൻ്റെ ദശാകാലം. അത് ഇദ്ദേഹത്തിന് മാത്രമല്ല, ആർക്ക് അങ്ങനെ വർഗോത്തമമോ പരിവർത്തനമോ ഇല്ലാതെ അമ്പഴക്കൊമ്പ് പോലിരിക്കുന്ന ബുധൻ്റെ ദശാകാലം, ഗവൺമെൻറ് ജോലിയാണെങ്കിലും വിദേശ ജോലിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും കല, കായികം, രാഷ്ട്രീയം, മറ്റ് സാമൂഹ്യം, ഇതര നിർമ്മാണ പ്രവർത്തനങ്ങൾ, വിവിധ മേഖലകളിൽ ഏത് മേഖലയാണെങ്കിലും, അബ്കാരിയാണെങ്കിലും ഭരണതലമാണെങ്കിലും അവിടെ ബുധൻ്റെ വർഗോത്തമമോ പരിവർത്തനമോ രശ്മിബലമോ ഒന്നുമില്ലാതെ നിൽക്കുന്ന ദശാകാലത്തിങ്കൽ അത് ദുർബലപ്പെട്ടു പോകും. ശമ്പളക്കാരും പോവും, കച്ചവടം നിന്ന് പോകും. അത് കഴിഞ്ഞാൽ വരുന്ന ഖേതു ദശ, ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ഖേതു, മോക്ഷകാരകനായ ഖേതു ഏതെങ്കിലും തരത്തിൽ ഇദ്ദേഹത്തിന് ഈ ബിസിനസ്സിൽ ഒരു ഡൈവേർട്ട് ചെയ്തു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ഒരു പക്ഷേ ഇപ്പോൾ അത് മനസ്സിൽ അത് കടന്നുകൂടി കാണുകയില്ലായിരിക്കും. വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്ന നമുക്കൊരു കൊറോണ കാലമുണ്ടായിരുന്നു. ആ കാലത്ത് ലോകത്തിൽ എത്ര കോടി ജനങ്ങളുണ്ടോ അത്രയും പേര് ദുഃഖിതരായിരുന്നു? അല്ല. ഔഷധ വിൽപ്പനയായിട്ട് വന്നവർ അവർ രാജാക്കന്മാരായില്ലേ? അതുപോലെ ഏതെല്ലാം മേഖലകളിൽ ഉയർന്നവരുണ്ട്. കുറേ ചെയ്യുമ്പം കുറേ പേർക്ക് വളമാവും എന്ന് പറഞ്ഞ പോലെ അത് അങ്ങനെ തന്നെ വേണമെന്നില്ല. മറ്റേതെങ്കിലും തരത്തിലുള്ള ബിസിനസ് രംഗത്തേക്ക് നല്ല അഭിവൃദ്ധിയിലേക്ക് കടക്കാൻ പറ്റിയ ദശാകാലമാണ്. ശീർഷോദയ രാശിയിൽ നിൽക്കുന്ന, ലാഭസ്ഥാനത്ത് നിൽക്കുന്ന, മോക്ഷകാരകനായ ശിരസറ്റ അഗ്നിഗ്രഹമായ ഖേതു എന്ന ഗ്രഹം. അപ്രതീക്ഷിതമായ അഭിവൃദ്ധി ആ തൊഴിലിലുണ്ടാവും. പിന്നീട് വരുന്ന ശുക്രനും ബലിഷ്ഠനാണ്. അത് പിസസ് എന്ന് പറയുന്ന മീനൻ രാശിയിൽ നിൽക്കുന്ന മാളവ്യ യോഗകാരകൻ ആയിട്ട് നിൽക്കുന്ന ശുക്രനാണ്. അപ്പോൾ ചുരുക്കത്തിൽ 20-27 കൊല്ലത്തോളം ആശയ്ക്കും സർവ നന്മകളും വാരിക്കൂട്ടുമെന്നാണ്. അപ്പം മോഹിക്കുന്ന, ആശിച്ച അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു നല്ല കാലം വാരിക്കോരിത്തരുന്ന സമയമാണ് ഈ ഖേതുദശയും ശുക്രദശയും. ഇപ്പം അമ്പഴക്കൊമ്പ് പോലെ നിൽക്കും ബുധൻ്റെ ദശയാണ്. അധികം പണമൊന്നും കളയണ്ട, പോകുന്ന ശമ്പളക്കാരൊക്കെ അങ്ങ് പോട്ടെ. അങ്ങനെ ഇരിക്കുമ്പോൾ പുതിയ ഒരു വെളിച്ചം മനസ്സിൽ കടന്നു വരും. ആ ബിസിനസ് രംഗം യോഗം ഉള്ളതുകൊണ്ട് തേടി എത്തിക്കോളും. അതിനെ പുറമേ പോകേണ്ട കാര്യമില്ല. ആ ബിസിനസ്സിലേക്ക് കടന്ന് ഈ പോയ നഷ്ടകഷ്ടങ്ങളെല്ലാം എള്ളിലെ വാരം മുതിരൻ കിട്ടും എന്ന് പറഞ്ഞ പോലെ എള്ളും മുതിരയും കൃഷി ചെയ്തു, എള്ള് നഷ്ടത്തിൽ വന്നു, മുതിരയിൽ അതിൻ്റെയും കൂടെ ലാഭം കിട്ടി. അതാണ് കൃഷിക്കാർക്കുള്ള ഗുണം, കൃഷി നശിക്കാത്തത്. പല കൃഷികൾ ചെയ്യുന്നവർക്ക് ഒരെണ്ണം നെൽകൃഷി നഷ്ടമാണെങ്കിൽ നാളികേരത്തിൽ അതിന് ലാഭം കിട്ടും. നാളികേരം നഷ്ടമാണെന്നുണ്ടെങ്കിൽ
അവർക്ക് മറ്റ് കൊക്കോയിൽ ലാഭം കിട്ടും, അല്ലെങ്കിൽ റബ്ബറിൽ ആദായം കിട്ടും. റബ്ബറിന് ക്ഷീണമാണ്, കുരുമുളകിൽ കിട്ടും. അതുകൊണ്ട് കൃഷി ഒരിക്കലും നിന്നു പോകുന്നില്ല, കൃഷിക്കാരൻ പെട്ടെന്ന് നന്നാവുന്നുമില്ല. നന്നാവുമ്പം അങ്ങ് നന്നായി. അതാണ് എല്ലേ വാരം മുതലേ കിട്ടുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഒന്നിൽ എല്ലാം പോയെങ്കിലും അടുത്ത സുവർണാവസരം വരുന്നുണ്ട്. ആ കേതു എന്ന് പറയുന്ന ആ ശീർഷോദയ രാശിയിൽ നിൽക്കുന്ന അഗ്നിഗ്രഹം ഒരുപക്ഷെ ഇലക്ട്രിക്കൽ ഐറ്റമാകാം. ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട, ഇപ്പം ഉദാഹരണത്തിന് ഒരു ഉദാഹരണമാണ്, അതിൻ്റെ വേണമെന്നില്ല. ഇപ്പം ഗ്യാസിനൊക്കെ പിടിവലിയായി, ഇലക്ട്രിക്കൽ അടുപ്പുകൾക്ക് ഡിമാൻഡ് കൂടി, വിലയും കൂടി. പഴയ ഹീറ്ററൊക്കെ അതിൻ്റെ പുറത്തൂടെ ഒരു പ്രത്യേക കവറിങ്ങൊക്കെ ചെയ്ത് വേറൊരു രീതിയിൽ അതിനൊരു കമനീയതയൊക്കെ വരുത്തി വിൽപ്പനകൾ ആയി. അതിനെന്തോ ഒരു പ്രത്യേക പേരും ഒക്കെ ഉണ്ട്. അത് കറണ്ട് വളരെ ലാഭത്തിലുള്ളതാണ് എന്നുള്ള രീതിയിൽ അതിന് പ്രത്യേക ചില ഇലുമിനേഷനൊക്കെ ചെയ്ത് വരുന്നുണ്ട്. അതോടൊപ്പം സൗരോർജം മുതലായതിന് ഡിമാൻഡുകൾ കൂടി വരുന്നു. അപ്പം ഒന്ന് ക്ഷീണാവസ്ഥയിലേക്ക് വരുമ്പോൾ മറ്റൊന്ന് അവിടെ ദൈവം ഉണ്ടാക്കിയെടുക്കും. അതിന് കുറേ ശമ്പളക്കാരും അത് കുറേ നഷ്ടകഷ്ടങ്ങൾ സഹിച്ചവർക്ക് ലാഭം കിട്ടാനുള്ള മേഖലയും കുറച്ച് കാലഘട്ടം, ഒരു വ്യാഴവട്ടം അല്ല 2 വ്യാഴവട്ടം ഒക്കെ അവരും കയറി വരും. എന്ന് പറഞ്ഞ പോലെ ഏതോ ഒരു ബിസിനസ് രംഗം കടന്നു വരും. അപ്പോൾ ഈ കേതുവിനെ സാധാരണ നിലയിൽ പ്രതിവിധിയായിട്ട് ജ്യോതിഷന്മാർ പറയുന്നത് ചാമുണ്ടേശ്വരി ക്ഷേത്ര ദർശനം, വനദുർഗയ്ക്ക് വേണ്ട വഴിപാടുകൾ, ഗണപതി ഹോമം കേതുവിന് പറയുന്നുണ്ട്. അത് പേരും നക്ഷത്രവും ചേർത്ത് ഒരു മണ്ഡലക്കാലം ഗണപതി ഹോമം നടത്തുക. ഇത് ഏതെങ്കിലും മാർഗം തെളിഞ്ഞു വരും. ആ തെളിഞ്ഞു വരുന്നത് വികസിക്കും, അതിൽ നിന്ന് ആദായം കിട്ടും. എള്ളിലെ വാരം മുതിരെ തീരും എന്ന് പറഞ്ഞ പോലെ ഈ വന്ന കഷ്ടനഷ്ടങ്ങളൊക്കെ മാറി ഇത് കൂടുതൽ ശമ്പളക്കാരൊക്കെ വരുന്ന ഒരു മേഖല, ഒരു വിസ്തൃതമായ മേഖല തൊട്ട് മുന്നിലുണ്ട്. അങ്ങനെ 10-27 കൊല്ലം കൊണ്ട് ആയുരാരോഗ്യക്ഷേമ ഐശ്വര്യങ്ങൾ, ധനധാന്യ അഭിവൃദ്ധികൾ എല്ലാം ഉണ്ടാവും.